തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്വർഗാരോഹണത്തിന് മുമ്പായി യേശു തമ്പുരാൻ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി. ഉത്ഥാനത്തിന് മുമ്പായിട്ട് തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. തമ്പുരാൻ തൻ്റെ ജീവിതത്തിൽ കാണിച്ച നന്മയുടെ പാഠങ്ങൾ ലോകം മുഴുവൻ പകർത്തണമെന്നുള്ള വലിയ ഒരു ആഹ്വാനം കൂടിയാണ് ശിഷ്യന്മാരെ ഫലമേൽപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗാരോഹണത്തിൻ്റെ ദിവസം നമ്മളോട് തമ്പുരാൻ പറയുന്നതും നന്മയിൽ വസിക്കുക എന്നുള്ള വലിയ ഒരു ആഹ്വാനമാണ്. ഒന്നാമതായിട്ട് ഉയരത്തിൽ നിന്നുള്ള ഒരു ശക്തിയാണ്. അത് ദൈവീകമായ കൃപയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ വലിയ ഒരു കാരുണ്യമുണ്ട്. ഒരുപക്ഷെ ചില നിമിഷങ്ങളിലൊക്കെ നമ്മൾ വിചാരിക്കാം, എൻ്റെ ജീവിതത്തിൽ വരുന്ന ഈ വേദനകൾ, എൻ്റെ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ പടരുന്ന രോഗങ്ങളൊക്കെ, ഇതിലൊക്കെ എന്നെ എങ്ങനെ സഹായിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് പലപ്പോഴും നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുന്നുണ്ട്. തമ്പുരാൻ നൽകുന്ന മറുപടി, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളും പ്രയാസങ്ങളും അത് ഞാൻ അറിയാതെ വരുന്നതല്ല, മറിച്ച് ഇത് അനുഗ്രഹത്തിനുള്ള വേദനകളാണെന്ന് തിരിച്ചറിയുക. ചില നിമിഷങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കയ്യിൽ ഒരു ചെറിയ മുറിയുന്ന വസ്തുക്കളൊക്കെ ഇരിക്കുന്ന സമയത്ത് അമ്മമാര് ചിലപ്പോൾ കുഞ്ഞിനെ ഒന്ന് അത് കൈമുറിയാതിരിക്കുവാൻ തക്കവണ്ണം അതിനെ ചിലപ്പോൾ ഒന്ന് ശാസിക്കാറുണ്ട്. ചിലപ്പോൾ കുഞ്ഞിനെ ഒന്ന് തല്ലിയെന്ന് വരാം. പക്ഷേ ഈ കുഞ്ഞിനെ തല്ലുന്ന നിമിഷത്തിൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ ചെയ്യുന്നത് എന്താണ്? അത് ഓടിപ്പോവുകയല്ലേ ചെയ്യുന്നത്, മറിച്ച് അമ്മയെ തന്നെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പം സഹിക്കുവാൻ വയ്യാത്ത ശിക്ഷകളാണെന്ന് തോന്നുമ്പോഴും തമ്പുരാനെ അങ്ങ് മുറുകെ പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്നത്, കനാന്യക്കാരി സ്ത്രീ യേശുതമ്പുരാന്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. അവിടെ തമ്പുരാൻ പറയുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള മറുപടിയാണ് പറയുന്നത്. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ കണ്ണുനീരോടുകൂടെ പറയുന്നുണ്ട്, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പത്തിന്റെ നുറുക്കുകൾ കൊണ്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്ന്. ഈ വാക്കിന് മുമ്പിൽ യേശുതമ്പുരാൻ പറയുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറയുകയും അവളുടെ മകൾ സൗഖ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട്, നിന്റെ പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ് എന്നൊക്കെ പറയുമ്പോൾ തമ്പുരാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിന്റെ കൃപയുണ്ട്. നിങ്ങൾ അതിനെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ പ്രതിസന്ധികളിലും ഒക്കെ ഒരു വഴിവെളിച്ചമായിട്ട് മാറുകയാണ്. വീണ്ടും തമ്പുരാൻ പറയുന്നുണ്ട്, സ്വർഗത്തിലേക്ക് പോയതുപോലെ തിരികെ വരുമെന്ന്. അപ്പൊ നമ്മൾ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിലൊക്കെ പറയുന്നുണ്ട്, നിന്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. രണ്ടാമത്തെ വരവിന്റെ പ്രത്യേകത നന്മ ചെയ്തവരെ തമ്പുരാനോടൊപ്പമാക്കിയിരിക്കുമെന്നുള്ളതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുന്നതിനേക്കാൾ ഉപരി അതോടൊപ്പം തന്നെ സ്നേഹവും കരുണയും സത്യസന്ധതയും വിശുദ്ധിയും ഒക്കെ കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. യേശു തമ്പുരാൻ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ശിഷ്യന്മാരാണ് നിങ്ങളെന്ന് ലോകം അറിയുന്നത് നിങ്ങൾ സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം ഒരു സുവിശേഷമായി തീരണം. നിങ്ങളുടെ പ്രവൃത്തി ഒരു സുവിശേഷമായിരിക്കണം. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷമെന്നാണ്. അത് എനിക്ക് മാത്രമുള്ള നല്ല വിശേഷമല്ല, മറിച്ച് എൻ്റെ അയൽക്കാരന്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക്, എന്നെ അറിയുന്ന അല്ലെങ്കിൽ എൻ്റെ സഹായമുള്ള ആവശ്യമുള്ള ഓരോരുത്തരുടെയും മുമ്പിൽ നിങ്ങൾ സഹായമായി തീരണം. നോമ്പിലെ ഒരു പ്രാർത്ഥന എങ്ങനെയാണ്? ഒരുവൻ ബുദ്ധിമുട്ടോടുകൂടി നിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നീ ഒരിക്കലും അവനെ നിരാശയാക്കി വിടരുത്, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞ് അവനെ വിടരുത്, മറിച്ച് അവന്റെ മുട്ടിന് നിന്നെ കൊണ്ടാകാവുന്നത് പോലെ സഹായം നീ ചെയ്യണം. വീണ്ടും പറയുന്നു, അതിനേക്കാൾ ഉപരിയായി നിന്റെ അടുക്കൽ വരുന്നതിന് മുമ്പായി വേറൊരുവന്റെ ബുദ്ധിമുട്ട് നീ അറിയുമ്പോൾ ആ ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടിൽ നിനക്ക് അവനെ സഹായിക്കുവാൻ സാധിക്കുമ്പോഴേ നീ യഥാർത്ഥമായ വിശ്വാസിയായി തീരുമെന്നുള്ളത്. അതുകൊണ്ട് തമ്പുരാന്റെ ഈ സ്വർഗാരോഹണത്തിന്റെ ദിവസം സഭ മുഴുവനായി കാത്തിരിക്കുകയാണ്. പെന്തിക്കോസ്തി പെരുന്നാളിൽ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുന്ന വലിയ പെരുന്നാളാണ്. അശക്തരും ദുർബലരും ഭയഹീനരുമായ ശിഷ്യന്മാരെ ശക്തരും പ്രത്യാശയുള്ളവരും ധൈര്യമുള്ളവരാക്കി തീർക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ആവാസമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഓരോ സൽഗുണങ്ങൾ വളർത്തുവാൻ തക്കവണ്ണം ഈ ദിവസം നമുക്ക് കാത്തിരിക്കാം. സ്നേഹവും സന്തോഷം സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയജയവും പരിശുദ്ധാത്മ നിറവിന്റെ ഫലങ്ങളായി നമ്മളിൽ നിന്ന് പുറപ്പെടട്ടെ. ഈ കാത്തിരിപ്പിന്റെ ദിവസം അനുഗ്രഹമാകട്ടെ. തമ്പുരാന്റെ സ്വർഗാരോഹണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.